3200 രൂപയ്ക്ക് നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ച ഒരു BLDC പെഡസ്റ്റൽ ഫാനാണ് നിങ്ങളെ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വില കുറഞ്ഞ ഒരു BLDC പെഡസ്റ്റൽ ഫാനാണ് ഇത്. ഈ ഒരു ഫാനിൻ്റെ പ്രത്യേകത വളരെ കുറഞ്ഞ കറണ്ട് മാത്രമേ എടുക്കുകയുള്ളൂ എന്ന് മാത്രമല്ല നല്ലൊരു കൂളിംഗ് ആയിട്ടുള്ള കാറ്റാണ് നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത്. ഈ ഒരു BLDC മോട്ടർ ആയതുകൊണ്ട് തന്നെ ഇത് ഹീറ്റ് ആവാനുള്ള ഒരു ചാൻസുമില്ല. എല്ലാ കൂട്ടുകാർക്കും JP നെറ്റ്വർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇതുവരെ നമ്മുടെ വീഡിയോ കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നമുക്ക് ആരംഭിക്കാം. നമ്മൾ ഇവിടെ ഹാവൽസിൻ്റെ ഒരു BLDC പെഡസ്റ്റൽ ഫാനാണ് വാങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു അൺബോക്സിങ്ങും ഇതിൻ്റെ ഒരു ഇൻസ്റ്റലേഷനും പിന്നെ നമ്മളിത് യൂസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. സാധാരണ ഒരു പെഡസ്റ്റൽ ഫാൻ 55 വാട്ട് കറണ്ട് എടുക്കുമ്പോൾ ഇത് 28 വാട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കറണ്ട് ബില്ലിൽ നല്ലൊരു പൈസ കുറവ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ സാധാരണ പെഡസ്റ്റൽ ഫാനും ഈ ഒരു ഫാനും തമ്മിൽ വലിയൊരു പ്രൈസ് വില മാറ്റമില്ല. ഇത് 3200 രൂപയ്ക്ക് ആമസോണിലെ ഓഫറിൽ നമുക്ക് ലഭ്യമാണ്. ഇത് മേടിക്കാനുള്ള ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. അവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും ഇത് മേടിച്ച ആൾക്കാരുടെ റിവ്യൂ ഒക്കെ കാണാൻ സാധിക്കും. നമുക്ക് ആമസോണിൽ മറ്റ് പല കമ്പനിയുടെ BLDC പെഡസ്റ്റൽ ഫാനും കാണാൻ സാധിക്കും. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടില്ല. അതും 2 വർഷം വാറണ്ടിയാണ് ഈ ഒരു ഫാൻ നമുക്ക് തരുന്നത്. ഈ ഒരു ഫാൻ ഇറങ്ങിയ സമയത്ത് പൈസ കൂടുതലായിരുന്നു, ഇപ്പോഴാണ് കുറഞ്ഞത്. 7015 രൂപയാണ് ഇതിൻ്റെ MRP റേറ്റ്. പക്ഷേ ഓൺലൈനിൽ നമുക്ക് 3200 രൂപയ്ക്ക് ലഭിക്കുന്നുണ്ട് ഈ സാധനം. നമുക്കൊരു 450 രൂപയുടെ കൂപ്പൺ ഇപ്പം നിലവിൽ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു റേറ്റിൽ നമുക്ക് ലഭിക്കുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിന് 295 രൂപ എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 വർഷം വാറണ്ടി അഡീഷണലായിട്ട് ലഭിക്കുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ BLDC ഫാൻ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും നിങ്ങൾക്ക് പൈസ കുറവുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേരെ. ഈ വീഡിയോ കാണുന്ന മറ്റു കൂട്ടുകാർക്ക് അത് ഒരു ഉപകാരമായിരിക്കും. നിങ്ങൾ ഒരിക്കലും ഒരു BLDC ഫാൻ ഉപയോഗിച്ചിട്ട് ഇല്ലെങ്കിലും അതിൻ്റെ കാരണം എന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേരെ. നമുക്ക് അറിയാനുള്ള ഒരു കൗതുകം കൊണ്ടാണ്. എന്തായാലും നമുക്ക് പെട്ടി ഒന്ന് പൊട്ടിച്ചിട്ട് ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. നല്ലൊരു പാക്കിംഗ് ആണ്, ഡാമേജും കാര്യങ്ങളൊന്നുമില്ല. നല്ല നീറ്റായിട്ട് നമുക്ക് സാധനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഐറ്റംസ്. ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ എന്താണെന്നൊക്കെ കാണിച്ചു തരുന്ന എല്ലാം നല്ല വൃത്തിയായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. ഡാമേജ് ഒന്നും വരില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ പാക്ക് ചെയ്താണ് അവർ നമുക്ക് തന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്യാനും സാധിക്കുന്നുണ്ട്. വലിയ പാടൊന്നുമില്ല. ഒരു സാധാരണക്കാർക്കും ഇത് ഈ ഒരു വീഡിയോ കണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് വളരെ ഈസിയായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ കൂടെ റിമോട്ട് ലഭിക്കുന്നുണ്ട്. റിമോട്ട് അത്ര ക്വാളിറ്റി ഒന്നുമില്ല, എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. എന്നാലും റിമോട്ടിൻ്റെ വർക്കിംഗ് ഒക്കെ പക്കയാണ്. ബട്ടൺ ടൈപ്പ് ബാറ്ററിയാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതെങ്ങനെ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളും ഇതിൻ്റെ മറ്റ് ഡീറ്റെയിൽസൊക്കെ അവർ നമുക്ക് തന്നിട്ടുണ്ട്. അത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ നമുക്ക് വളരെ ഈസിയായിട്ട് ഇത് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ ഓരോ പാർട്സ് കാണുമ്പോൾ തന്നെ നമുക്ക് എവിടെ വെക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാവാൻ ചാൻസ് ഉണ്ട്. ഇത് പ്ലാസ്റ്റിക് ഉപയോഗിച്ചുണ്ടാക്കിയിട്ട് ഉള്ള ഒരു ഫാനാണെങ്കിലും അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കാണുമ്പോൾ അങ്ങനെ ഒരു ഭംഗി കുറവൊന്നുമില്ല. ഇത് വളരെ ഈസിയായിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഫസ്റ്റ് ഇതിൻ്റെ സ്റ്റാൻഡ് അങ്ങ് സെറ്റ് ചെയ്തേക്കാം. നമ്മൾ ചെറുപ്പത്തിൽ ഈ ഫാൻ വിളിച്ചുകൊണ്ടിരുന്നത് കുന്ത ഫാൻ എന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ കുന്ത അങ്ങ് സെറ്റ് ചെയ്തേക്കാം. വളരെ ഈസിയായിട്ട് ഈ കാണുന്ന പോലെ സ്ക്രൂ ഒക്കെ ഇട്ടങ്ങ് മുറുക്കി കഴിഞ്ഞാൽ ആ ഒരു പണി നമുക്ക് ചെയ്ത് ചേർക്കാം. അതിനുശേഷം ഈ ഒരു ക്യാപ്പ് ഊരെടുക്കുക, ഈ ഒരു സാധനം അങ്ങ് ഇറക്കിയിടുക. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ സംഭവങ്ങളൊക്കെ ചെയ്ത് ചേർക്കാവുന്നുള്ളൂ. അതിനുശേഷം ഈ ഒരു ക്യാപ്പ് ലൂസാക്കിയിട്ടാണ് ഇതിൻ്റെ പൈപ്പ് നമുക്ക് പൊക്കവും താത്തും ചെയ്യുന്നത്. പിന്നെ ഇതിനെ മോട്ടർ എടുത്തതിനകത്തേക്ക് സെറ്റ് ചെയ്യുകയാണ്. അതിനായിട്ട് സ്ക്രൂ ലൂസാക്കിയതിന് ശേഷം ഇറക്കി വയ്ക്കുക, സ്ക്രൂ ടൈറ്റ് ആക്കുക. വളരെ ഈസി ആയിട്ട് ഇതിൻ്റെ പണി തീർന്നു. ഈ ഒരു ഫാൻ അത്യാവശ്യം വെയിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് മറിഞ്ഞു ചാടും എന്നുള്ള പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കൊണ്ടു നടക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ഫാൻ. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇത് അടുത്ത് മാറ്റി വയ്ക്കാനൊക്കെ സാധിക്കുകയും ചെയ്യും. ഇതിൻ്റെ ഓരോ പാർട്സുകളും ഇങ്ങനെ ഊരിയതിന് ശേഷം നമുക്ക് ഈ മോട്ടറിലേക്ക് ഇതിൻ്റെ പങ്ക അങ്ങ് സെറ്റ് ചെയ്തേക്കാം. വളരെ ഈസി ആയിട്ട് തന്നെ ഇതൊക്കെ ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക. ഇതൊക്കെ കൈ ഉപയോഗിച്ചിട്ട് മാത്രം ചെയ്യേണ്ട കാര്യങ്ങളാണ്. വേറെ ടൂൾസിൻ്റെ ആവശ്യങ്ങൾ ഒന്നുമില്ല. നമ്മളിത് കൈ ഉപയോഗിച്ചിട്ട് തന്നെ കറക്റ്റായിട്ട് മുറുക്കി കഴിഞ്ഞാൽ പിന്നെ ഇത് കറങ്ങുമ്പോൾ ഊരിപ്പോകുന്നില്ല, എല്ലാം അവിടെ തന്നെ ഇരുന്നോളും. പിന്നെ നമ്മൾ ഈ ഒരു കവറും കൂടെ വെച്ചിട്ട് ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് സംഭവം ടൈറ്റാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പണി ഫുള്ള് തീർന്നു. പിന്നെ വയറെടുക്കുക, കറണ്ട് കുത്തുക, കാറ്റ് കൊള്ളുക. അതിനിടയ്ക്ക് നമ്മുടെ റിമോട്ടിൽ ബാറ്ററി ഇട്ടിട്ട് സെറ്റാക്കേണ്ട ആ ഒരു ആവശ്യം കൂടെ ഉണ്ട്. നമ്മുടെ സാധാരണ സീലിംഗ് ഫാനായിട്ടുള്ള BLDC ഫാൻ ഇടിവെട്ടിക്കുമ്പോൾ കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് കൂടുതലാണ്. കാരണം KS ഇവിടെ ലൈനുമായിട്ട് ഫുൾ ടൈം കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്.
പക്ഷേ ഇവിടെ നമുക്ക് ഉപയോഗമില്ലാത്ത സമയത്ത്, ഇടിയുള്ള സമയത്തൊക്കെ നമുക്ക് ഈ ഒരു സാധനം ഊരി വെക്കാം. KSCBയുടെ ലൈനിൽ നിന്ന് നമുക്കിതിൻ്റെ വയർ ഊരി മാറ്റാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇടിപെട്ട് നമുക്ക് പേടിക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. 3200 രൂപയ്ക്ക് മേടിച്ച ഈ ഒരു ഫാൻ നിങ്ങളുടെ അഭിപ്രായത്തിൽ നഷ്ടമാണോ ലാഭമാണോ എന്നുള്ളൊരു കാര്യം താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം. ഈ ഒരു പ്രൈസിൽ എന്തായാലും ഇപ്പോൾ നിലവിൽ ഇന്ത്യയിൽ വേറെ ഒരു കമ്പനിയും നമുക്ക് ഒരു BLDC പെഡസ്റ്റൽ ഫാൻ കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വിലയ്ക്ക് മേടിച്ചാൽ തന്നെ 2 വർഷം വാറണ്ടി ഉള്ളതുകൊണ്ട് തന്നെ, ഹാവൽസ് ആയതുകൊണ്ട് ഇവിടെ ഒരു സർവീസ് കിട്ടുന്നതുകൊണ്ട് തന്നെ അവർ നന്നാക്കി തരേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ വീഡിയോ ചെയ്ത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഇതിൻ്റെ സ്വിച്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് വർക്ക് ചെയ്യാൻ സാധിക്കും. അത് നമ്മൾ റിമോട്ട് ഉപയോഗിച്ചിട്ട് നമുക്കിത് കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. റിമോട്ട് നമ്മുടെ ആ 150 രൂപയുടെ MP3 ഒക്കെയുള്ള ബോർഡ്, അതിൻ്റെ കൂടെ കിട്ടുന്ന ആ ഒരു സെയിം റിമോട്ടിൻ്റെ ഒരു ക്വാളിറ്റി ഒക്കെ ഉള്ളൂ ഈ ഒരു റിമോട്ടിന്. റിമോട്ട് എന്തായാലും കുറച്ച് മോശമായിപ്പോയി, ബാക്കിയൊക്കെ അടിപൊളിയാണ്. എന്ന് വെച്ചാൽ റിമോട്ട് വർക്ക് ചെയ്യാണ്ടിരിക്കണമെന്നില്ല, കറക്റ്റായിട്ട് വർക്ക് ആവുന്നുണ്ട്, നല്ല ഫാസ്റ്റായിട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ കുറച്ചുകൂടെ ക്വാളിറ്റിയുള്ള റിമോട്ട് വെക്കാമായിരുന്നു എന്ന് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഇതിൻ്റെ കാറ്റ്, നല്ല കാറ്റുണ്ട്. ആ മോട്ടോർ കറക്കുന്ന സൗണ്ട് നമ്മൾ അങ്ങനെ കേൾക്കുന്നില്ല. ഇതിൻ്റെ ഒരു കാറ്റിൻ്റെ സൗണ്ടാണ് മെയിനായിട്ട് കേൾക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഇതിൻ്റെ കാറ്റ് കാണാം, നമ്മുടെ ചെടിയൊക്കെ കിടന്ന് കാറ്റ് പിടിച്ച് ഇരിക്കുന്നത്. ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ചെയ്ത് അറിയിച്ചേരെ. എന്തായാലും നമ്മുടെ വീഡിയോ കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി എൻ്റെ എല്ലാ നന്ദിയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്.